ഹേ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ഫീഡിങ് ഡ്രസ്സ് കളക്ഷൻസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകാം കേട്ടോ. ഫീഡിങ് ഡ്രസ്സ് പറയുമ്പോൾ അങ്ങനെ ഫാൻസി ഐറ്റംസ് ഒന്നുമില്ല, ഡെയിലി വെയർ അല്ലെങ്കിൽ ഫോമൽ വെയർ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തരാൻ പോവാണേ. അപ്പോൾ നമ്മളിപ്പോൾ ഫീഡിങ് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടല്ലേ. ഇത്രയും കാലം നമ്മളെ ഡ്രസ്സ് ഷോപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് പോലെയല്ല, ഫീഡിങ് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ മാത്രം കംഫർട്ട് നോക്കിയാൽ പോരല്ലോ, ബേബീൻ്റെ കംഫർട്ടും കൂടെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഫീഡിങ് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ കുറച്ച് നമ്മളൊരു ഫീഡിങ് ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ അല്ലെങ്കിൽ മോഡൽസുകൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലത്തെ നോർമൽ ഫീഡിങ് ടോപ്പ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് പോലത്തെ നോർമൽ ഫീഡിങ് ടോപ്പുകളാണ്. ഇതുപോലെ ഇൻവിസിബിൾ അല്ലെങ്കിൽ ഹിഡൻ സിപ്പർ ഇങ്ങനെ കണ്ടോ. പിന്നെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരാൾക്ക് നോക്കുമ്പോൾ ഇതിൽ സിപ്പർ ഉണ്ടെന്ന് മനസ്സിലാവുകയില്ല. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാനും ആണ്. ഇതിന് കണ്ടോ ഇതുപോലത്തെ ഒരു സ്ലീവ് ഡിസൈൻ, ഇതിനെന്താ പറയുക, ഏതുണ്ട് മറന്നുപോയി കേട്ടോ, ആണുള്ളത്. അപ്പോൾ ഇതായിപ്പോൾ ഞാൻ ഇട്ടേക്കുന്നതും ഇതുപോലത്തെ ഒരു നോർമൽ ഫീഡിങ് ടോപ്പാണ് കേട്ടോ. ഇതിനിവിടെ ഇങ്ങനെ സിബ് വരുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു സിബൊക്കെ വരുന്നുണ്ട്, പഫ് സ്ലീവ് ഒക്കെയുള്ള നോർമൽ ഫീഡിങ് ടോപ്പ്. അതാണ് ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റി എന്ന കാറ്റഗറിയിൽ വരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് ഫ്രോക്ക് നൈറ്റി. ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ സിബ് വരുന്ന മോഡലാണേ. ഇൻവിസിബിൾ സിപ്പർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ സിംഗിൾ സിബ് വരുന്നതും, പിന്നെ ഇത് ടു സൈഡിൽ വരുന്നതും. ഇത് ആക്ച്വലി സിബ് ഇല്ലാത്ത മോഡൽ ഫീഡിങ് ഫ്രോക്ക് നൈറ്റി ആയിരുന്നില്ല, നോർമൽ ഫ്രോക്ക് നൈറ്റി ഞാൻ വാങ്ങിച്ചിട്ട് ഇതിന് സിബ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് സെക്കൻഡ്. പിന്നെ ഫ്രോക്ക് നൈറ്റീസൊക്കെ നോർമലി കോട്ടൺ ക്ലോത്തിൽ തന്നെയാട്ടോ വരിക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ കോട്ടൺ ഫാബ്രിക്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പം ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ കൂടുതലും കോട്ടൺ തന്നെയാണ് സെലക്ട് ചെയ്യാറ്. പിന്നെ ഫ്രോക്ക് നൈറ്റീസൊക്കെ നോർമലി കോട്ടണിൽ തന്നെ വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ ഈ ഫ്രോക്ക് നൈറ്റി ഞാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ടോപ്പാണ്. ഇത് ആക്ച്വലി ഫീഡിങ് ഡ്രസ്സായിട്ട് വാങ്ങിച്ചതല്ല, ഇത് നമ്മുടെ നോർമൽ ടോപ്പാണ്, ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ബട്ടൺ ഓപ്പണുള്ള ടോപ്പായിട്ട് ഞാൻ വാങ്ങിയത്. അക്കോബ മെറ്റീരിയലാണ് കേട്ടോ, പഫ് സ്ലീവ് ഒക്കെ ആയിട്ടുള്ള. പിന്നെ ഫീഡിങ് ടോപ്പ് കാറ്റഗറിയിൽ തന്നെ വരുന്ന വേറൊരു മോഡലാണ് ഇത്. പക്ഷെ ഇത് കുറച്ച് ഫാഷനബിൾ ആണ്. നോർമൽ ഒരു ടോപ്പിനേക്കാളും കുറച്ച് ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇതൊരു ബട്ടൺ ഉണ്ടായിരുന്നു, ഇത് കൊടുത്തപ്പോൾ വീണ് പോയതാണ് കേട്ടോ. ഒരിതാണിത്. ഇതാണെങ്കിൽ രണ്ട് സൈഡിലും ഇങ്ങനെ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ തിങ്സൊക്കെ അതിലിടാം. പിന്നെ ഇതിന് സിബ് വരുന്നത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് കേട്ടോ. നമുക്ക് സിബ് ഓപ്പൺ ചെയ്യാൻ കുറച്ചും കൂടി, നമുക്ക് ഒരു കയ്യിൽ ബേബീനെ എടുത്ത് ഓപ്പൺ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഓപ്പൺ ചെയ്യാൻ ഈസി ഇങ്ങനെ മുകളിൽ നിന്ന് വരുന്ന, പക്ഷേ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്ന സിബുകളാണ് കേട്ടോ മറ്റേതിനേക്കാളും. കാരണം മറ്റേത് നമുക്ക് അടിയിൽ ഇങ്ങനെ ഒരു പിടിച്ചാലല്ലേ പറ്റുള്ളൂ. പക്ഷേ കൂടുതൽ എൻ്റെ കയ്യിലുള്ളത് താഴെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് തുറക്കുന്ന സിബുകളാണ് കേട്ടോ. ഇതിനിങ്ങനെ ബാക്കിൽ കണ്ടോ ഇലാസ്റ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്നൊരു സൈസൊക്കെ മാറിയാലും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം.
അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതുപോലത്തെ 2 പീസ് സെറ്റുകളാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ പൈജാമയും ടീഷർട്ടൊക്കെ പിന്നെ ട്രെൻഡിങ് വന്നപ്പം പിന്നെ ഈ സാധനം യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വയറ് വന്നു. അപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് ഈ കുറച്ച് വയറ് വരും. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ബനിയൻ ക്ലോത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ ഈ പൈജാമയും സെറ്റൊക്കെ ഇടുമ്പം എനിക്ക് കുറച്ച് വൃത്തികേടായിട്ട് തോന്നി. എനിക്ക് വലിയൊരു കംഫർട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പം എനിക്ക് കിട്ടിയ റൈറ്റാണ് ഇത്. കാരണം നമുക്ക് വീട്ടിലൊക്കെ എനിക്ക് നോർമലി വീട്ടിലിടാൻ ഈ ലോങ് ടോപ്പിനേക്കാളും കുറച്ചും കൂടി കംഫർട്ട് ഇതുപോലത്തെ ഡ്രസ്സുകളാണ് കേട്ടോ. അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ 2 പീസ് സെറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇതുപോലെ കണ്ടോ പ്രസ് ബട്ടണാണ് ഓപ്പണിങ് വരുന്നത്. പിന്നെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിടുമ്പോൾ പെട്ടെന്ന് ഇപ്പം ബേബിനെയും കൊണ്ട് എടുക്കുമ്പം ബേബിനെ എടുത്ത് നമുക്കൊരു ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പോക്കറ്റൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഫീഡിങ് ടോപ്പിൽ തന്നെ വരുന്ന വേറൊരു മോഡലാണ് ഇതുപോലത്തെ ഇങ്ങനെ ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന ഡ്രസ്സുകൾ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു ഫീഡിങ് ഡ്രസ്സാണെന്ന് തോന്നുകയില്ല. ബിക്കോസ് ഇതിൽ നമുക്ക് സിബ് പെട്ടെന്ന് കാണുന്നില്ലല്ലോ. ആക്ച്വലി ഇതിൽ സിബ് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെയാണ് സിബ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സിബ് വരുന്നത്. ബാക്കിൽ ടൈ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇതും ഫീഡിങ് ടോപ്പ് കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ കുറേ പരതി നടന്നാൽ നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുക ഒരു നോർമലി വരുന്ന ഫീഡിങ് ടോപ്പിൻ്റെ മോഡൽ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇതൊക്കെ ഞാൻ ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഓൺലൈനിൽ ഞാൻ എൻ്റെ ഒരു ഫീഡിങ് ഡ്രസ്സ് പോലും ഓൺലൈനിൽ ഷോപ്പ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഞാനൊരു ഡ്രസ്സ് മീഷോയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫീഡിങ് സിബൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നെക്കെല്ലാം ഇങ്ങനെ കയറിയിട്ടുള്ള ഒരു മോഡൽ. അപ്പോൾ പിന്നെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ബാക്കി എല്ലാ ഡ്രസ്സുകളും തന്നെ ഞാൻ ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചത് കേട്ടോ. ഓൺലൈനിൽ പിന്നെ ഞാൻ അങ്ങനെ വാങ്ങാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതും ഫീഡിങ്ങിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഫീഡിങ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു സെക്ഷൻ എടുത്ത ഡ്രസ്സല്ല. ഇത് നോർമൽ ടോപ്സിൻ്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ പരതി എടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതിലെന്താ പ്രത്യേകത വെച്ചാൽ ഇത് മുഴുവൻ ഇങ്ങനെ ഫുൾ ഓപ്പൺ ബട്ടണാണേ. കണ്ടോ, ഇതിങ്ങനെ താഴെ വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫുൾ ഓപ്പൺ ബട്ടൺസ് ഉള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു പഫ് സ്ലീവൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എംപയർ വേസ്റ്റ് എന്താ അതിന് പറയാം. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ സുഖമാണ്. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലോത്ത് മേലിങ്ങനെ കവർ ചെയ്യാണ്ട് നമുക്കിത് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് ഫുള്ളിങ്ങനെ ഓപ്പൺ ആക്കി ഇടുമ്പോൾ നമുക്കില്ല ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഒക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനൊരു പ്രശ്നം ഇതിനുണ്ട്. പക്ഷേ എന്നാലും പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ഇതൊരു ഫീഡിങ് ഡ്രസ്സാണ് എന്ന് തോന്നില്ല. നമ്മളെ നോർമൽ ഒരു ഡ്രസ്സ് പോലത്തെ തന്നെ. ഇതൊക്കെ നമുക്ക് ഫോമൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്നത്.
ഇത്രയായിരുന്നു എൻ്റെ ഫീഡിങ് ഡ്രസ് കളക്ഷൻസ്. അത്ര ടൈപ്സ് ഓഫ് ഡ്രസ്സുകളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ന്യൂ മോം ആണെങ്കിൽ ഫീഡിങ് ഡ്രസ്സ് എങ്ങനെ സെലക്ട് ചെയ്യും എന്നൊന്നും അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡ്രസ്സ് സെലക്ട് ചെയ്തതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫാബ്രിക് അല്ലെങ്കിൽ മെറ്റീരിയൽ. നമ്മളിപ്പം ഫീഡിങ് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ശ്രദ്ധിക്കാനുണ്ട്. ബിക്കോസ് നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് സെലക്ട് ചെയ്യാൻ നോക്കാം, ലൈക്ക് കോട്ടൺ, റയോൺ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഡെലിവറി കഴിയുന്നതോടെ ഭയങ്കര വിയർപ്പും ചൂടും അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് ഉള്ള അല്ലെങ്കിൽ കോട്ടൻ്റെ ഡ്രസ്സുകൾ അങ്ങനത്തെ ഒക്കെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്താലും അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അധികം വിയർപ്പൊന്നും ഇല്ലാണ്ടിരിക്കും. അപ്പോൾ മാത്രമല്ല, ഇങ്ങനത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ആകുമ്പം ബേബീസിൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നല്ലേ, അപ്പം ബേബീസിനും ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം അങ്ങനത്തെ നോക്കിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പം നെക്സ്റ്റത്തെ ടിപ്പ് എന്താ വെച്ചാൽ ഡ്രസ്സിൻ്റെ ഫിറ്റ് ആൻഡ് ഡിസൈനാണ്. അപ്പം എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ ഈ എംപയർ വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ലൂസായിട്ടുള്ള മോഡൽ എടുക്കുക. ലൂസിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ എ ലൈൻ കട്ട് അങ്ങനത്തെ ഒക്കെ സൈസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ മോഡൽ എടുക്കാൻ നോക്കുക. ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ച ഡ്രസ്സിലൊക്കെ നോർമൽ നമ്മുടെ ആ ചുരിദാറിൻ്റെ ആ മോഡലില്ലാതെ ഇവിടുന്ന് കട്ടിങ് വന്ന് ഈ ഒരു ഫ്ലെയർ മോഡൽ വരുന്ന, ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് വരുന്ന മോഡൽ അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ നമ്മുടെ വയറ് വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ആ ഡ്രസ്സ് സെയിം ഡ്രസ്സ് നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഒരു സെയിം ഡ്രസ്സ് തന്നെ ആകുമ്പം. പിന്നെ അതേപോലെ പോസ്റ്റ്മോർട്ടം ആണെങ്കിലും നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സുകളാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടിരിക്കുക. പിന്നെ അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ സിപ്പേഴ്സ് ഒരു 10 ഇഞ്ച് ലെങ്ത്തുള്ള സിപ്പേഴ്സ്, അതും 2 സൈഡും ഉള്ളത്, അങ്ങനത്തെ ഒക്കെ നോക്കിയെടുക്കാൻ നോക്കുക. പിന്നെ സിംഗിൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് കുറച്ച് ഓൾഡ് ഫാഷനാണ് ഈ സിംഗിൾ സിപ്പ് വരുന്നത്. അപ്പോൾ ഡബിൾ സൈഡിലും സിപ്പർ വരുന്ന ആ മോഡലൊക്കെ അതാകുമ്പോൾ വെച്ചാൽ നമുക്ക് ഒരു കയ്യിൽ കുട്ടീനെ ക്യാരി ചെയ്താലും ഒരു കൈ കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ ഈസി ആക്സസ് ആയിട്ടുള്ള അങ്ങനത്തെ സിപ്പേഴ്സൊക്കെ ഉള്ള ഡ്രസ്സുകൾ നോക്കിയെടുക്കുക. അതുപോലെ ഈ സിപ്പറിൽ തന്നെ ഇപ്പം പല മോഡലുകളും വരുന്നുണ്ട്. ഈ റാപ്പപ്പ് മോഡൽ വരുന്നുണ്ട്, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലില്ലേ, അങ്ങനത്തെ സ്റ്റൈൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കിയെടുക്കുക. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കയ്യിൽ നമ്മുടെ ബേബി ഉണ്ടെങ്കിലും മറ്റേ ഒരു കൈ കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫിറ്റ് ആൻഡ് ഡിസൈനിൽ വരുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലും അഡ്ജസ്റ്റബിൾ ഫീച്ചേഴ്സുള്ള മോഡൽ ഡ്രസ്സ് നോക്കിയെടുക്കുക. ഇപ്പം ഞാനിപ്പം പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ എൻ്റെ സൈസ് സ്മോൾ മീഡിയം ആ ഒരു ലെവലിലായിരുന്നു എൻ്റെ സൈസ് ഉണ്ടായിരുന്നത്. ചില ബ്രാൻഡ് സ്മോൾ എനിക്ക് ഓക്കെ ആയിരുന്നു, ചിലത് മീഡിയം വേണമായിരുന്നു. മീഡിയം എടുത്താൽ തന്നെ കുറച്ചൊക്കെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ അൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ എൻ്റെ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ XXL വരെ എത്തി എൻ്റെ സൈസ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ സൈസ് പെട്ടെന്നായിരിക്കും ചേഞ്ച് ആവുക. അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ ഫീച്ചേഴ്സ് ഉള്ളത് മീൻസ് ഇലാസ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടി ഇങ്ങനെ ബാക്കിൽ കെട്ടി വെക്കാൻ പറ്റുന്നൊക്കെ ആകുമ്പം വലുതാവുന്ന വാങ്ങിയപാട് നമുക്കതിങ്ങനെ കെട്ടിവെച്ചാലും നമുക്ക് ഡ്രസ്സ് നമ്മളെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്കതൊരു ഉപകാരമായി വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അഡ്ജസ്റ്റബിൾ ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ നോക്കി എടുക്കാൻ ശ്രമിക്കുക. ഒരു തേർഡ് ടിപ്പായിട്ട് വരുന്നത് നമ്മുടെ യൂട്ടിലിറ്റിയാണ് ഡ്രസ്സിൻ്റെ. എന്ന് വെച്ചാൽ പ്രീ ഡെലിവറി, പോസ്റ്റ് ഡെലിവറി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾ നോക്കിയെടുക്കുക. ഇപ്പം പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഫീഡിങ് കൂടിയുള്ള ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സൈസും ഈ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റബിൾ ഫീച്ചേഴ്സൊക്കെ ഉള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫീഡിങ് ടൈമിലും നമുക്ക് സെയിം ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ
പ്രീ ആൻഡ് പോസ്റ്റ് പ്രഗ്നൻസി യൂസിന് പറ്റിയ ഡ്രസ്സുകൾ അങ്ങനെ നോക്കിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫീഡിങ് ഡ്രസ്സ് തന്നെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ഒരു ഫീഡിങ് സ്റ്റേജിൽ മാത്രമേ യൂസ് ചെയ്യേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫീഡിങ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഈ ഭക്ഷണങ്ങളൊക്കെ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വയസ്സിനൊക്കെ ശേഷം നമുക്ക് നോർമൽ ഡ്രസ്സുകളും യൂസ് ചെയ്യാം. അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഫീഡിങ് ഡ്രസ്സുകളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളത് ഫീഡിങ് ഡ്രസ്സ് വാങ്ങുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവണം എടുക്കുമ്പോൾ. പിന്നെ കണ്ടമാനം ഫീഡിങ് ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടേണ്ട ആവശ്യവും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ ഓരോന്നും ഓരോരുത്തരുടെ കംഫർട്ടാണ് കേട്ടോ. നമ്മൾ പോക്കറ്റ്സ് ഉള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക. പോക്കറ്റ്സ് ഉള്ളത് കുറച്ചും കൂടി നമുക്ക് ഈസിയാണ്. ഇപ്പം ബേബീനെയും കൊണ്ട് പോകുമ്പം നമ്മുടെ ടവൽസോ അല്ലെങ്കിൽ ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ പോക്കറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പം പോക്കറ്റ്സുള്ള പോക്കറ്റ്സും കൂടെ കൺസിഡർ ചെയ്യുക ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ. നെക്സ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡ്രസ്സിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ കെയർ. ഇപ്പം നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ മെഷീൻ വാഷബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നമുക്ക് പെട്ടെന്നായിരിക്കും ഡ്രസ്സിൽ സ്റ്റെയിൻസ് അല്ലെങ്കിൽ മിൽക്ക് ലീക്ക് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും നമ്മുടെ ഡ്രസ്സിൽ. അപ്പം എപ്പോഴും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സുകൾ വാങ്ങാം. പിന്നെ നെക്സ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുമ്പോൾ ഡാർക്ക് കളറുകൾ അങ്ങനത്തെ ഡാർക്ക് കളർ അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് എന്തെങ്കിലും സ്റ്റെയിൻസ് ഒക്കെ ആയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകൾ കളറുകളൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് നല്ല ക്വാളിറ്റി സിബ്ബേഴ്സ് ഉള്ള ഡ്രസ്സൊക്കെ എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളൊരു ഫീഡിങ് ഡ്രസ്സ് വാങ്ങിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു കംഫർട്ടും നമ്മളുടെ ഒരു മോഡ് ഓഫ് സ്റ്റൈലും അതും കൂടി കൺസിഡർ ചെയ്യണം. അങ്ങനെ നോക്കിയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. എപ്പോഴും ഈ ഫീഡിങ് ഡ്രസ്സ് എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ മാത്രം നമ്മുടെ മാത്രം സൗകര്യം അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് മാത്രം നോക്കിയാൽ നമുക്ക് പറ്റില്ല. നമ്മളെ ബേബീനെയും കൂടി കൺസിഡർ ചെയ്യാനുണ്ട് നമ്മൾ ഫീഡിങ് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ വരെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്ത് പോയാലേ അല്ല, പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞാൽ, ആ ഡ്രസ്സ് എന്നല്ല, ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ അമ്മമാരുടെ എല്ലാ ഡിസിഷൻസിലും ബേബിക്കും കൂടി വലിയ പങ്കുണ്ട്. അപ്പോൾ ബേബീൻ്റെയും കൂടെ കംഫർട്ടും ആളിൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്തൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുണ്ടായിരുന്നത്. നിങ്ങളിപ്പം ന്യൂ മോമൊക്കെ ആണെങ്കിൽ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിൽ വെക്കുക ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ആരെങ്കിലും ന്യൂ മോംസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.